നഷ്ടപ്പെട്ടു പോയ വസ്തു തിരിച്ചു കിട്ടണോ എങ്കിൽ ഞാൻ ഈ പറയുന്ന അമലുകളൊക്കെ ചെയ്താൽ നിങ്ങൾക്കത് തിരിച്ചു കിട്ടലാണ് ഖൈറെങ്കിൽ അത് നിങ്ങളുടെ കൈകളിലേക്ക് എത്തും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മുടെ കൈകളിൽ നിന്ന് കളവ് പോയ ഒരു വസ്തു നഷ്ടപ്പെട്ടു പോയി ഒന്നെങ്കിൽ അല്ലെങ്കിൽ ആരെങ്കിലും മോഷ്ടിച്ചു കൊണ്ടുപോയി അത് തിരിച്ചു കിട്ടണം എന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ, നിങ്ങൾക്കത് തിരിച്ചു കിട്ടൽ ഖൈറാണെങ്കിൽ നിങ്ങളുടെ കൈകളിലേക്ക് എത്തും. 4 കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം, അമലുകൾ ചെയ്യാം. നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഈ പണി നിങ്ങൾ ചെയ്യാൻ തയ്യാറുണ്ടോ എങ്കിൽ തുടർന്ന് കേൾക്കുക. ഒന്നാമത്തെ കാര്യം, പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ളുഹ എന്ന് പറയുന്ന വല്ളുഹ വല്ലൈലി ഇദാ സജ, ഈ സൂറത്ത് നിങ്ങൾ 11 തവണ പാരായണം ചെയ്ത് തിരയുക. നഷ്ടപ്പെട്ടു പോയ സാധനം നിങ്ങളുടെ കൈകളിൽ എത്തൽ ഖൈറുണ്ടെങ്കിൽ അത് നിങ്ങളുടെ കൈകളിൽ എത്തും. അല്ലാഹുവിനോട് ദുആ ചെയ്യണം. ഇനി അടുത്ത ഒരു അമൽ 111 തവണ ഇനി ഞാൻ പറയാൻ പോകുന്ന ദുആ ചെയ്യണം. യാ ജാമിഅൻ നാസി ലിയൗമ ലാ റൈബ ഫീഹി ഇന്നല്ലാഹ ലാ യുഖ്ലിഫുൽ മിആദ് ഇജ്മഉ ബൈനി വ ബൈന ളല്ലതി. ഈ ദുആ എത്ര? 111 മറക്കണ്ട. ഇത് ദുആ ചെയ്തിട്ട് അല്ലാഹുവിനോട് കരഞ്ഞ കാര്യം പറഞ്ഞാൽ കിട്ടലാണ് ഖൈറെങ്കിൽ നിങ്ങളുടെ കൈകളിൽ എത്താനുള്ള വഴികൾ അല്ലാഹു തുറന്നു തരും. ചിലപ്പോൾ എവിടെയെങ്കിലുമൊക്കെ കാണാതെ മറഞ്ഞു കിടക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ കണ്ണുകളിലേക്ക് അത് എത്തിച്ചു. അടുത്ത ഒരു അമൽ, അല്ലാഹുവിന്റെ ഇസ്മായ യാ ഹഫീദു യാ അല്ലാഹ്, യാ ഹഫീദു യാ അല്ലാഹ് 119 പ്രാവശ്യം. എത്ര? 119 പ്രാവശ്യം മനസ്സറിഞ്ഞ അല്ലാഹുവിനോട് ചൊല്ലിയിട്ട് ദുആ ചെയ്യുക. കൈകളിലെത്തും ഖൈറുണ്ടെങ്കിൽ. അവസാനത്തെ ഒരു അമൽ, ഒന്നും കിട്ടുന്നില്ലെങ്കിൽ അവസാനത്തെ ഒരു അമൽ സൂറത്തുൽ ലുഖ്മാനിലെ 16ാമത്തെ ആയത്ത്, യാ ബുനയ്യ ഇന്നഹാ ഇൻ തഖു എന്ന് തുടങ്ങുന്ന ഈ ആയത്ത് കാണുന്നില്ലേ? ഇത് നിങ്ങൾ മാക്സിമം തവണ പാരായണം ചെയ്ത് തിരയുക. അല്ലാഹുവിനോട് കാര്യം പറയുക. നിങ്ങൾക്കത് കിട്ടൽ ഖൈറുണ്ടെങ്കിൽ നിങ്ങളുടെ കൈകളിൽ എത്തിയിരിക്കും ഉറപ്പ്. അല്ലാഹു നമുക്ക് വലിയ സന്തോഷവും വലിയ ഖൈറും നൽകട്ടെ. അസ്സലാമു അലൈക്കും.